ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 അനിമൽസ് അറൗണ്ട് അസിൻ്റെ എക്സസൈസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും, പഠിച്ചും കാണും അല്ലേ. അപ്പം നമുക്കിതിൻ്റെ എക്സസൈസ് ഒന്ന് നോക്കിയാലോ. നോക്കാം ബാ. ഫസ്റ്റ് എക്സസൈസ് ഏതാണ്? ആൻസർ ദ ഫോളോയിങ്. വാട്ട് ആർ പെറ്റ് അനിമൽസ്? നെയിം 2 ഓഫ് ദം. എന്താ പെറ്റ് അനിമൽസ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് അനിമൽസ് അറൗണ്ട് അസിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്താ പെറ്റ് അനിമൽസ് എന്ന്. പെറ്റ് അനിമൽസ് എന്താണ്? സം അനിമൽസ് വി കെപ്റ്റ് ഇൻ അവർ എവിടെയാണ്? ഹോംസ്. കാണാൻ പറ്റുമല്ലോ അല്ലേ. സം അനിമൽസ് വി കെപ്റ്റ് ഇൻ അവർ ഹോംസ് ആർ കാൾഡ് പെറ്റ് അനിമൽസ്. പെറ്റ് അനിമൽസ്. നെയിം 2 ഓഫ് ദം. എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്? ഡോഗ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡോഗ്, ക്യാറ്റ്. ഇതിപ്പോൾ 2 പറയണുള്ളൂ, അല്ലെങ്കിൽ ഡോഗ്, ക്യാറ്റ്, റാബിറ്റ്, പാരറ്റ്, അങ്ങനെ പല പെറ്റ് അനിമൽസും നമുക്കുണ്ട് അല്ലേ. അടുത്ത് സെക്കൻഡ് ബി പാർട്ട് നോക്കിക്കോ. ഹൗ ആർ ഡൊമസ്റ്റിക് അനിമൽസ് യൂസ്ഫുൾ ടു അസ്? ഗീവ് 2 എക്സാമ്പിൾ. എന്താണ് ഡൊമസ്റ്റിക് അനിമൽസ് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ഡൊമസ്റ്റിക് അനിമൽസ് നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടും അല്ലേ. ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം അനിമൽസ് വി കെപ്റ്റ് ഇൻ ഫാം അല്ലേ, അതിനെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. അവ നമുക്ക് പല രീതിയിൽ ഉപകാരപ്പെടും. അപ്പം അങ്ങനെ എഴുതും. ഡൊമസ്റ്റിക് അനിമൽസ് ആർ, കാണാൻ പറ്റുമല്ലോ അല്ലേ, യൂസ്ഫുൾ ടു അസ് ഇൻ മെനി വേയ്സ്. പല രീതിയിൽ നമുക്ക് ഡൊമസ്റ്റിക് അനിമൽസിനെ കൊണ്ട് ഉപകാരമുണ്ട്. എങ്ങനെയൊക്കെയാണ്? കവും ഗോട്ടും ഒക്കെ എന്ത് തരും? നമുക്ക് പാല് തരും അല്ലേ. കവ് ഗോട്ടൊക്കെ നമുക്ക് ഗീവ്സ് അസ് മിൽക്ക്. പിന്നെ വേറെ എന്തുണ്ട്? ഹെന്നും ഡക്കും നമ്മൾ പഠിച്ചതാണ്. ഹെൻ, ഡക്ക് ഗീവ്സ് അസ് എഗ് ആൻഡ് മീറ്റ്. ഷീപ്പ് എന്ത് തരും? ഷീപ്പ് ഗീവ്സ് അസ് മീറ്റ് ആൻഡ് വൂൾ അല്ലേ. അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചു. അപ്പോൾ പല രീതിയിൽ ഡൊമസ്റ്റിക് അനിമൽസ് എന്ത് ചെയ്യാണ്? നമുക്ക് പല രീതിയിൽ അതിനെ കൊണ്ട് ഉപകാരപ്പെടുന്നു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? 2 എക്സാമ്പിൾ. കൗ gives us milk. കവ് പറയാം. പിന്നെ എന്താണ്? hen and duck gives us egg and meat. കേട്ടോ. ഹെന്നും ഡക്ക് നമുക്ക് എന്ത് തരും? മീറ്റ് തരും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പം ഇതിൽ പറയുന്ന എക്സാമ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ഷീപ്പ് എഴുതാം. എന്താണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് എഴുതുക. അടുത്ത സി പാർട്ട് നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചോ. നെയിം സം അനിമൽസ് വിച്ച് ലീവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങൾ ഏതൊക്കെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം. ആരെ പറയാം? ഫിഷ്. പിന്നെ എന്ത് പറയാം നല്ല എളുപ്പമുള്ളത്? ഷാർക്ക് അല്ലേ, ഷാർക്ക്. പിന്നെ വേറെ ആരാ പറയാം? ഞാൻ പെട്ടെന്ന് പഠിക്കുക എളുപ്പത്തിനാണ്, സ്പെല്ലിങ്ങും വേർഡ് പറയാനും എളുപ്പത്തിനുള്ളതാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഫിഷ് എളുപ്പമല്ലേ, ഷാർക്ക് എളുപ്പമല്ലേ. പിന്നെ എല്ലാവർക്കും ഇതുള്ള വെയിൽ, തിമിംഗലം. പിന്നെ ഉള്ളത് എന്താ പറയാം?
ഫിഷ്, ഷാർക്ക്, വെയിൽ, ഒക്ടോപ്പസ് എഴുതിയല്ല, ഒക്ടോപ്പസ്. പിന്നെ അത് കഴിഞ്ഞ് എക്സാക്റ്റ് ഇടാം. ആം എഴുതായിരുന്നു, സോറി ഞാൻ വിട്ടു. ടോട്ടോയ്സ് എന്നോ ടർട്ടിലെന്നോ അതൊക്കെ എഴുതാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളത്തിൽ താമസിക്കുന്ന കുറച്ച് ജീവികളുടെ പേരേതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തോ. അടുത്ത എക്സസൈസ് നോക്കാം. അടുത്ത് നെക്സ്റ്റ് നോക്കിക്കോ. ഡി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എന്തൊക്കെയാണ്? ഹെർബിയോറസ്, കാർണിയോറസ്. അപ്പം ഹെർബിയോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. ഞാൻ പഠിപ്പിച്ച സമയത്ത് ഇത് മാത്രമായിട്ട് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു അല്ലേ. ഹെർബിയോറസ് എന്താ? ഹെർബ്, സം അനിമൽസ് ഈറ്റ് only plants. എന്താണ്? സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവയാണ് എന്താണ്? ഹെർബിയോറസ്. അക്ഷരം എന്തിങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കില്ല. ഈ നൂത്ത് വെച്ചിട്ട് എഴുതുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് പറഞ്ഞാൽ കേട്ടോ. കാണാമല്ലോ അല്ലേ എല്ലാവർക്കും. ഹെർബിയോറസ് എന്ന് പറഞ്ഞാൽ സം അനിമൽസ് ഈറ്റ് only plants. സസ്യങ്ങളെ മാത്രം കഴിക്കുന്നതാണ് ഹെർബിയോറസ്. അപ്പോൾ കാർണിയോറസോ? സം അനിമൽസ്, ചില മൃഗങ്ങൾ എന്തൊക്കെയാണ്? സം അനിമൽസ് ഈറ്റ് only flesh. ആരുടെ? ഫ്ലഷ് ഓഫ് അതർ അനിമൽസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ അറിയാമായിരിക്കും അല്ലേ. ഹെർബിയോറസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഈറ്റിംഗ്, അതായത് ഈ പശു, ആട് അങ്ങനെയൊക്കെ, കൗ, ഗോട്ട് എക്സെട്ര. കാർണിയോറസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫ്ലഷ് ഈറ്റിംഗ് അനിമൽസ്, ലയൺ, ടൈഗർ എക്സെട്ര. ഓക്കെ. ദെൻ അടുത്ത് ഈ പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പം ഹെർബിയോറസും കാർണിയോറസും പഠിച്ചു. അടുത്ത് ഈ വിച്ച് അനിമൽസ് ആർ നോൺ ആസ് ബീസ്റ്റ് ഓഫ് ബർഡൻ. അപ്പോൾ ബീസ്റ്റ് ഓഫ് ബർഡൻ എന്ന് പറയുന്ന ആരെയാണ്? ചുമടെടുക്കുന്നവരാരൊക്കെയാണ് നമ്മൾ പഠിച്ചതിൽ? ആരൊക്കെയാണ്? ഹോഴ്സും ക്യാമൽ അല്ലേ. ഹോഴ്സ് ആൻഡ് camels are known as the beast of burden. കേട്ടല്ലോ. അപ്പോൾ ബീസ്റ്റ് ഓഫ് ബർഡൻ എന്ന് പറയുന്ന ആരെയാണ്? ഹോഴ്സിനെ, ക്യാമലിനെയും. അടുത്ത് അപ്പോൾ ഇത്രയും ആൻസർ ദ ഫോളോയിങ് ആയി. ഇനി അടുത്ത് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഫസ്റ്റ് എ പാർട്ട് നോക്കിക്കോ. എല്ലാം ശ്രദ്ധിച്ചോളണേ. എ പാർട്ട്. എ ഡാഷ് ഗാർഡ്സ് അവർ ഹോം. നമ്മളെ വീട് സൂക്ഷിക്കുന്ന ആരാണ്? ബ്രാക്കറ്റിൽ ആരെയൊക്കെ കൊടുത്തിട്ടുണ്ട്? ഡോഗ്, ലയൺ, പട്ടിയും സിംഹവും. സിംഹമാണോ പട്ടിയാണോ ആരാണ് നമ്മളെ വീട് കാവൽ നോക്കുന്നത്? ഡോഗ് അല്ലേ. ഡോഗ്. അടുത്ത് ബി പാർട്ട് നോക്കിക്കോ. ദ കൗ ഗീവ്സ് അസ് ഡാഷ്. പശു എന്താണ് നമുക്ക് തരുന്നത്? വാട്ടർ ഓർ മിൽക്ക്. വെള്ളമാണോ പാലാണോ തന്നെ? മിൽക്ക്, പാല്. MILK, മിൽക്ക്. അടുത്ത് സി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡാഷ് അനിമൽസ് ആർ ഫൗണ്ട് ഇൻ ദ ഫാം. എന്താണ്? ചില മൃഗങ്ങളെ ഫാമിൽ വളർത്തുന്ന മൃഗങ്ങൾ ആരാണ്? നമ്മൾ പഠിച്ചത് ആരാ? ഡൊമസ്റ്റിക് അനിമൽസ് അല്ലേ. ഫാമിൽ വളർത്തുന്ന ആരാണ്? ഡൊമസ്റ്റിക് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഫൗണ്ട് ഇൻ ഫാം. ഓക്കെ. അടുത്ത് ഡി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫിഷ് ഹാവ് ഡാഷ് ഫോർ സ്വിമ്മിങ്. എന്താണ്? മീനുകൾക്ക് എന്തിൻ്റെ സഹായത്തോടെയാണ് മീൻ നീന്തുന്നത്? ഫിന്നാണോ ടൈലാണോ? വാല് കൊണ്ടാണോ? അതിൻ്റെ ഈ ചിറക് പോലത്തുള്ള ഫിൻസ് കൊണ്ടാണോ? എന്താണ്? ഫിൻസ്.
FINS. ഓക്കെ, അടുത്ത് ഈ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹെർബിയോറസ് ഈറ്റ് ഒൺലി ഡാഷ്. ഹെർബിയോറസ് അതായത് ഈ നമ്മൾ ഹെർബിയോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒള്ളി എന്ത് കഴിക്കുന്ന എന്ത് മാത്രമേ അവർ കഴിക്കുള്ളൂ? ഹെർബിയോറസ് പ്ലാന്റ്സ്. അപ്പോൾ ഹെർബിയോറസ് ഈറ്റ് ഒൺലി എന്താണ്? അനിമൽസ് ആണോ പ്ലാന്റ്സ് ആണോ? പ്ലാന്റ്സ്. ഈറ്റ് ഒൺലി പ്ലാന്റ്സ്. സസ്യം കഴിക്കുന്ന മൃഗങ്ങളെയാണ്, അല്ലെങ്കിൽ പുല്ല് വൈക്കോൽ ഇങ്ങനെ കഴിക്കുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്? ഹെർബിയോറസ് എന്ന് പറയുന്നത്. വൈക്കോൽ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉണക്കപ്പുല്ല്. അപ്പം ഇതൊക്കെ കഴിക്കുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്? ഹെർബിയോറസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊരു വർക്ക് തരാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതാ ഈ ലാസ്റ്റ് ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, എല്ലാവരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. ചെയ്ത് എനിക്ക് എന്നെ അയച്ചു തരിക, കമൻറ്റിലൂടെ എനിക്ക് അയച്ചു തരിക. ഞാൻ നോക്കട്ടെ എത്ര പേരാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്കിത് തിരിച്ച് ഈ എക്സസൈസ് ചെയ്ത് അയച്ചു തരണ എത്ര പേരുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ശരി. ഈ ചാപ്റ്റർ അനിമൽസ് അറൗണ്ട് അസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഇനി അപ്പം എല്ലാവർക്കും ഇതാ ക്രിസ്മസ് എക്സാം ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അതുപോലെ ഒരു കാര്യം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്ത് പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.